അപ്പോൾ ഏതായാലും ഞങ്ങളിന്ന് കാത് കുത്താൻ പോവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പുതിയ മദർ ആയതുകൊണ്ടായിരിക്കാം കുഞ്ഞിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാതുകുത്തെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക, ഗൺ ഷോട്ട് ആണെങ്കിൽ ആ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ, എന്നാലും കുഞ്ഞ് കരയുമല്ലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് പെയിൻലെസ് ഇയർ പിയേഴ്സിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്. അത് ഒരു ഡോക്ടർ തന്നെയാണ്, ENT ഡോക്ടർ തന്നെയാണ് ഈ ഇയർ പിയേഴ്സിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വേറൊന്നും ആലോചിക്കില്ലല്ലോ, ഡോക്ടർ അടുത്തേക്ക് എന്നെ വരാമെന്ന് വിചാരിച്ചു. ഡോക്ടർ അഞ്ജനാസ് ENT ക്ലിനിക്കിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക്ഫുള്ളി ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഹാർഡ്ലി 1 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയേക്കാണ്. ഇനി ഞങ്ങളെ നമ്പ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ 2 കുഞ്ഞു കണ്ണിന് പോലും കാണാൻ പറ്റാത്ത 2 കുഞ്ഞ് കമ്മലിടും. അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ എൻ്റെ കോലം കണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഞാൻ കുളിച്ചിടത്തുനിന്ന് ഇറങ്ങി വന്നേക്കുന്നത് എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാനായിട്ടൊരു ടൈം എടുത്തിരുന്നു. അപ്പോൾ സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 10:50-നും 11:08-നും ഇടയ്ക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയത്തേക്ക് എത്താനായിട്ടുള്ള ഓട്ടപ്രദർശനത്തിനിടയ്ക്ക് ഇതിൽ കൂടുതലൊന്നും സൗന്ദര്യം നോക്കാൻ പറ്റിയില്ല. കുളിച്ച് വന്ന് മാത്രം വരുത്തി ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ലിപ്സ്റ്റിക്ക് വിട്ടു. അത് മാത്രമാണ് ഞാനിന്ന് ചെയ്തേക്കുന്ന എൻ്റെ സൗന്ദര്യ രംഗം എന്ന് പറയുന്നത്.